തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന സ്ലൈഡുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ പരിശീലന സ്ലൈഡുകളിലെ മൂന്നാം പോളിംഗ് ഓഫീസറുടെ എന്താ പറയുക പ്രധാന ചുമതലകൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗരേഖയാണിത്. കൃത്യമായി പറഞ്ഞു. ഈ വിവരങ്ങൾ നിങ്ങൾ കാണുന്ന സ്ലൈഡുകൾക്കൊപ്പം പശ്ചാത്തലത്തിൽ കേൾക്കാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ യാതൊരുവിധ ഉപമകളും വളച്ചുകിട്ടലുമില്ലാതെ നമുക്ക് നേരിട്ട് സ്ലൈഡിലെ വിവരങ്ങളിലേക്ക് തന്നെ കടക്കാമല്ലേ? തീർച്ചയായും. വോട്ടർ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് നടക്കേണ്ട കൃത്യമായ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു വോട്ടർ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വിരലിൽ മഷിയുണ്ടോ എന്ന് നോക്കുകയാണ്. ഇടത് കൈവിരലിലെ മായ്ക്കാൻ കഴിയാത്ത മഷി, നമ്മൾ ഇൻഡെലിബിൾ ഇങ്ക് എന്ന് പറയില്ലേ, അത് തന്നെ അല്ലേ? അതെ, അതുതന്നെ. ആ മഷി കൃത്യമായി പതിഞ്ഞിട്ടുണ്ടെന്ന് മൂന്നാം പോളിംഗ് ഓഫീസർ ഉറപ്പാക്കണം. സ്ലൈഡിലെ ആ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്കിത് വ്യക്തമായി കാണാം. അതിനുശേഷം ഉടനെ തന്നെ വോട്ടറിൽ നിന്നും വോട്ടർ സ്ലിപ്പ് വാങ്ങണം. ഈ വോട്ടർ സ്ലിപ്പിന്റെ കാര്യം വരുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. വോട്ടർമാരുടെ രജിസ്റ്ററിലെയും ഇലക്ടറൽ റോളിലെയും സീരിയൽ നമ്പറുകൾ ഈ സ്ലിപ്പിൽ കാണുമല്ലോ. സ്ലൈഡിലെ മറ്റൊരു ചിത്രത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഒപ്പം മുൻപുള്ള പോളിംഗ് ഓഫീസറുടെ ഒപ്പും കാണും. ശരിയാണ്, ആ വിവരങ്ങളെല്ലാം അതിലുണ്ടാകും. അപ്പോൾ മുൻപുള്ള ഉദ്യോഗസ്ഥർ വിവരങ്ങളെല്ലാം പരിശോധിച്ചതാണല്ലോ. പിന്നെന്തിനാണ് മൂന്നാം പോളിംഗ് ഓഫീസർ വീണ്ടും ഈ സ്ലിപ്പ് വാങ്ങിവെക്കുന്നത്? ഈ സ്ലിപ്പുകൾ വാങ്ങിവെക്കുന്നതിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ അത് പോളിംഗ് അവസാനിക്കുമ്പോഴുള്ള കണക്കെടുപ്പിനെ എങ്ങനെ ബാധിക്കും? അവിടെയാണ് ഈ പ്രക്രിയയുടെ ഏറ്റവും കൗതുകകരമായ കാര്യം കിടക്കുന്നത്. എന്താ പറയാ, ഈ ചെറിയ രേഖാമൂലമുള്ള പരിശോധനകളാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നത്. അങ്ങനെയാണല്ലേ? അപ്പോ വെറുതെ ഒരു കടലാസ് വാങ്ങുന്നതല്ല. ഒരിക്കലുമല്ല. ഓരോ സ്ലിപ്പും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ ഓരോ വോട്ടിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. സ്ലിപ്പുകൾ കൃത്യമായി സൂക്ഷിക്കാൻ നിങ്ങൾ മറന്നാൽ പോളിംഗ് കഴിയുമ്പോൾ വോട്ടുകളുടെ എണ്ണവും സ്ലിപ്പുകളുടെ എണ്ണവും തമ്മിൽ വ്യത്യാസം വരും. അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുമല്ലോ. ശരി, അപ്പോൾ മഷി പരിശോധിച്ചു, സ്ലിപ്പും വാങ്ങി ഭദ്രമായി വെച്ചു. ഇനിയിപ്പോൾ രേഖകൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം വോട്ടറെ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ആ നിർണായക ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണല്ലോ. അതെ, മൂന്നാം പോളിംഗ് ഓഫീസറാണ് കൺട്രോൾ യൂണിറ്റിന്റെ പൂർണ്ണ ചുമതല വഹിക്കുന്നത്. ഇവരാണ് വോട്ടർക്കായി ബാലറ്റിംഗ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സ്ലൈഡിലെ ചിത്രത്തിൽ ഒരാളുടെ വിരൽ കൺട്രോൾ യൂണിറ്റിലെ നീല ബട്ടണിൽ അമർത്തുന്നത് കാണാമല്ലോ. ഇതാണോ ആ പരിപാടി? അതെ, അത് തന്നെ. കൺട്രോൾ യൂണിറ്റിലെ ആ ബട്ടൺ അമർത്തണം. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒന്ന്. എന്താണത്? മുമ്പത്തെ വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പൂർണ്ണമായും പുറത്തിറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടുത്ത ആൾക്കായി ബാലറ്റിംഗ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. മുൻപുള്ള ആള് വോട്ട് ചെയ്തിറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ മെഷീൻ ആക്ടിവേറ്റ് ചെയ്താൽ അടുത്ത വോട്ടർ ചിലപ്പോൾ ധൃതിയിലെ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയേക്കാം അല്ലേ? കൃത്യമായി പറഞ്ഞു. ഈ ഒരൊറ്റ നിബന്ധനയാണ് വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത്. രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വോട്ടെടുപ്പിന് തന്നെ അർത്ഥമില്ലല്ലോ. തീർച്ചയായും അത് ശരിയാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മഷി പരിശോധിക്കുക, സ്ലിപ്പ് വാങ്ങുക, കൺട്രോൾ യൂണിറ്റ് നിയന്ത്രിക്കുക, പിന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് കാലിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വോട്ടിംഗ് മെഷീൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മൂന്നാം പോളിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായ ചുമതലകൾ. അതെ, കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ വലിയ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണിവ. അതെ. അപ്പോൾ ഈ സ്ലൈഡുകളിലെ വിവരങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി വിട്ടുനൽകുന്നു. തുടർച്ചയായി മണിക്കൂറുകളോളം ഈ പ്രക്രിയകൾ യാന്ത്രികമായി ആവർത്തിക്കുമ്പോൾ മൂന്നാം പോളിംഗ് ഓഫീസറുടെ ശ്രദ്ധ ഒരു നിമിഷം മാറിയാൽ അത് വോട്ടിംഗ് മെഷീനിലെ യഥാർത്ഥ വോട്ടുകളുടെ എണ്ണത്തെയും സുരക്ഷയെയും എങ്ങനെ സാരമായി ബാധിച്ചേക്കാം എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഒരൊറ്റ അശ്രദ്ധ മതി എല്ലാം തെറ്റാൻ. അതെ, അതുകൊണ്ട് നിങ്ങളുടെ പരിശീലനത്തിൽ ഈ ജാഗ്രത എപ്പോഴും ഓർമ്മിക്കുക. സുതാര്യമായ ഒരു വോട്ടെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ നിങ്ങളുടെ ഈ ശ്രദ്ധയ്ക്ക് കഴിയട്ടെ. വീണ്ടും കാണാം.